ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായതും പഴമക്കാർ മുതലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക പാൽക്കറിയാണ്. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വെള്ളത്തിലിട്ട് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ മുറിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ പുഴു ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ മുറിച്ചിടാൻ, അല്ലെങ്കിൽ പുഴുവൊക്കെ അതിൻ്റെ ഇടയിൽ നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പം ഞാനിതാ ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പമൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ 2 എണ്ണത്തിൽ നിർത്തിയിരിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള ഒരു സവോള വേണം എടുക്കാൻ കേട്ടോ. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. അതിനെയും നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള വലുപ്പത്തിലൊക്കെ മുറിച്ചെടുക്കുക. വഴറ്റിയൊക്കെ എടുക്കാനായിട്ട് കുറച്ച് എളുപ്പം ചെറുതായിട്ട് എടുക്കുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ എന്താണെങ്കിൽ അത് ഒഴിക്കുക. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇളക്കുക, ഇടയ്ക്ക് മൂടി വെക്കുക. ഉപ്പ് ഇടരുത് എന്നുള്ള പ്രത്യേക കാര്യം ഞാൻ ആദ്യം ഓർപ്പിക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക നമ്മൾ അടുപ്പിൽ വെക്കുമ്പോഴേ ഉപ്പിടാൻ പാടില്ല. ഉപ്പിട്ടാൽ അതിങ്ങനെ ഒരു ഞോള പോലെ അതിൻ്റെ ആ പശപ്പുണ്ടല്ലോ, അതിങ്ങനെ ഇളകി വരും. അപ്പോൾ നമ്മൾ അന്നേരം ഉപ്പിടാൻ പാടില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ 2 തക്കാളിയാണ് ചേർക്കുന്നത്. ഒരുമാതിരി വലിപ്പമുള്ള ഒരു 2 തക്കാളി, ഒത്തിരി വലുതുമല്ല, ഒരിടത്തരം 2 തക്കാളിയാണ് അതിനകത്ത് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. വാടി വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. വാടുന്നത് വരെ ഇതേപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ഇടാനുള്ള അരപ്പും കൂടി എടുത്ത് വെക്കുക. ഒരു 3 സ്പൂൺ, നമുക്ക് എത്രത്തോളം അതിൻ്റെ ഗ്രേവി വേണോ, കുറേ ആളുകൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ അതിന് കുറച്ച് ചാറ് നീട്ടം വേണം അല്ലേ, അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടിയൊക്കെ, മുളക് പൊടി, എരിവിന് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനും ചേർക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയും അതുപോലെ നന്നായി വഴറ്റി എടുക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഉപ്പിടുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുമാതിരി നന്നായി വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ നന്നായി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ ഈ വേറെ പാത്രങ്ങൾ എടുക്കാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഈ പാത്രങ്ങൾ കഴുകാനുള്ള മടി കൊണ്ടും സമയക്കുറവ് കൊണ്ടും ഒക്കെ വേഗത്തിൽ പണി തീർക്കാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് നമുക്ക് വലിയ പാത്രമാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ചെറിയ പാത്രത്തിലാണ് നിങ്ങൾ ആദ്യം വഴറ്റുന്നതെങ്കിൽ വേറെ പാത്രത്തിൽ തന്നെ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിൽ തന്നെ വഴറ്റി കഴിഞ്ഞു. സൈഡിലേക്ക് മാറ്റി വെച്ച് നന്നായിട്ട് ഒരു ചെറിയ ചുവപ്പ് കേട്ടോ, കരിഞ്ഞു പോകാതെ എടുക്കുക. എല്ലാ മസാലകളും അരപ്പുകളൊക്കെ നമ്മൾ കരിഞ്ഞു പോകാതെ വൃത്തിയായിട്ട് എടുക്കുക. ഇനി വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിളപ്പിക്കാനായിട്ട് അതിന് മുമ്പ് കുറച്ച് വെള്ളം വെക്കണം കേട്ടോ അടുപ്പത്ത്. തിളച്ച വെള്ളം വേണം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് എത്രത്തോളം ഇതിനകത്ത് ചാറ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള അരപ്പായിരിക്കും നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടിപ്പോവരുത്. ഇപ്പം 100 ഗ്രാം ഉണ്ടാക്കിയ മറ്റൊരു സാധനങ്ങളും ആണെങ്കിൽ അതിനൊക്കെ ചേരുന്ന രീതിയിലുള്ള മല്ലിപ്പൊടി ഇടുക. അല്ലെങ്കിൽ ആൾ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടുക, അതറിയാമല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും അതിനൊന്ന് ഇളക്കി നന്നായി മൂടി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് പാല് ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് അതിലേക്കൊരു തണുപ്പുണ്ടെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അരച്ചെടുക്കാൻ നന്നായി പാല് കിട്ടാൻ വേണ്ടി. അപ്പോൾ വെണ്ടയ്ക്ക പിന്നെ നമ്മൾ ഒരു 2-3 മിനിറ്റ് തിളയ്ക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഇതുപോലെ ചേർക്കുക. കറിക്ക് ആവശ്യമായുള്ള കൊഴുപ്പ്, അതേപോലെ തന്നെ എത്രത്തോളം വേണം, അളവ് എത്രത്തോളം വേണം, ഇതൊക്കെ ആശ്രയിച്ച് നിങ്ങൾ അതിൻ്റെ മസാലയൊക്കെ ചേർക്കുക. പിന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ കുറുകിയിരിക്കണം, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ ഭയങ്കര കൊഴുപ്പിലല്ല എടുക്കാറ്, എല്ലാം ഒരു കണക്കിനെടുക്കും, അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആദ്യം വേണമെങ്കിൽ കുറച്ചിട്ട് വഴറ്റാവുന്നതാണ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കാം കേട്ടോ.
ഞാനൊരു പൊടിക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അധികമായി പോയാൽ അതിനുള്ള രുചി ഉണ്ടാകത്തില്ല. ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ അധികവും ചേർക്കാതെ തന്നെയാണ് വെക്കാറ് പതിവ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒരുപാട് സമയം തിളയ്ക്കാൻ പാടില്ല. ആ പാലങ്ങനെ പിരിഞ്ഞു പോകും, അതിൻ്റെ രുചിയൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ നമ്മളിതിനെ നന്നായി ഇളക്കി തീ ഓഫാക്കുക കേട്ടോ. ഈ കറി ചൂടോടെയും ചൂടാറിയിട്ടും പിറ്റേ ദിവസവും ഒക്കെ കൂട്ടാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. ഈ ഒരു കറി ഉണ്ട്, ഇത്തിരി അച്ചാറോ അല്ലെ മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് ചോറ് കഴിക്കാനും. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ഒക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറ്റ് വീഡിയോകളൊക്കെ കാണാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ